നേരത്തെ അറിയിച്ച പ്രകാരം വധൂവരന്മാർ കാത്തുനിന്നിരുന്നു. അവർക്കരികിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നു, അവരോട് സംസാരിക്കുന്നു. ആ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? ഏറ്റവും പുതിയ വിവരങ്ങൾ സൂരജ്. സ്മിത, ക്രിസ്റ്റീന, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതാ പ്രധാനമന്ത്രി ആ വധൂവരന്മാർക്കരികിലേക്ക് എത്തിയിരിക്കുന്നു. അവർക്ക് ആശംസകൾ അറിയിക്കുമെന്ന് രാവിലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ അദ്ദേഹം അതേ വധൂവരന്മാരുടെ അരികിലേക്ക് എത്തിയിരിക്കുന്നു. അവരെ ആശംസ അറിയിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അവർക്ക് ആശംസകൾ നേർന്ന് അവരോട് അല്പനേരം സംസാരിച്ചതിന് ശേഷമായിരിക്കും അദ്ദേഹം വീണ്ടും ഈ ശ്രീവത്സത്തിലേക്ക് മടങ്ങുക. എന്തായാലും ചില വഴിപാടുകൾ ഉൾപ്പെടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. വഴിപാടുകളെല്ലാം പൂർത്തിയാക്കി. അതോടൊപ്പം തന്നെ താമര കൊണ്ടുള്ള തുലാഭാരം ഉണ്ടായിരുന്നു. ആ തുലാഭാരവും പൂർത്തിയാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഈ ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പുറത്ത് കിഴക്കേ നടയ്ക്ക് മുന്നിലായിരുന്നു ഇന്ന് വിവാഹം നടന്ന ഈ വധൂവരന്മാരടക്കം കാത്തുനിന്നത്. അവർക്ക് ആശംസകൾ നേരുന്ന കാഴ്ചയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അദ്ദേഹത്തോടൊപ്പം സുരേഷ് ഗോപിയുണ്ട്. അതോടൊപ്പം തന്നെ ദേവസ്വത്തിന്റെ ഭാരവാഹികളുണ്ട്, BJP-യുടെ ജില്ലാധ്യക്ഷനുണ്ട്. അങ്ങനെയുള്ളവർ എല്ലാവരും തന്നെയുണ്ട്. മറുവശത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ തെക്കേ നടയിൽ നടക്കുന്നുണ്ട്. അതുവഴിയാണ് ഇനിയിപ്പോൾ പ്രധാനമന്ത്രി എന്തായാലും പോവുക. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന അദ്ദേഹം പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും എല്ലാവരോടും അദ്ദേഹം, അതായത് ഇന്ന് വിവാഹം നടന്ന വധുവരന്മാരോട് അദ്ദേഹം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, കുശലാന്വേഷണം നടത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അദ്ദേഹം എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞ ദേവസ്വത്തിന്റെ തന്നെ വിശ്രമ കേന്ദ്രത്തിലേക്ക്, അതായത് ശ്രീവത്സത്തിലേക്ക് പോവുക. അവിടെ എത്തി അദ്ദേഹം വസ്ത്രം മാറിയതിനു ശേഷം വീണ്ടും കുറച്ചുനേരം അല്പസമയം വിശ്രമിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം വീണ്ടും ഈ ഗുരുവായൂരപ്പന്റെ സന്നിധിയിലേക്ക് എത്തും. അത് വരുന്നത് ഭാഗ്യ സുരേഷിന്റെ വിവാഹ ചടങ്ങിൽ, ഭാഗ്യയുടെയും ശ്രേയസിന്റെയും വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ ഗുരുവായൂരപ്പന്റെ സന്നിധിയിലേക്ക് എത്തുന്നത്. ആ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം പിന്നീട് തൃപ്രയാറിലേക്ക്, അതായത് രാമക്ഷേത്രമാണ്, തൃപ്രയാറിലെ രാമക്ഷേത്രത്തിലേക്ക് അദ്ദേഹം യാത്ര തിരിക്കും. എന്തായാലും ഗുരുവായൂരപ്പനെ വണങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹം, അതായത് 2019 ഒടുവിൽ ഗുരുവായൂരിൽ വന്നു പോയത്. അതിനുശേഷം ഈ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം, അതായത് ഈ ഭാഗ്യ സുരേഷിന്റെ വിവാഹ ചടങ്ങ് അറിയിച്ച വേളയിൽ തന്നെ അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് BJP നേതാക്കളുമായെല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത്. ഈ ക്ഷേത്ര സന്ദർശനം കൂടി ഉറപ്പാക്കാൻ കഴിയുന്ന തരത്തിൽ ക്രമീകരണങ്ങൾ നടത്താൻ കഴിയുമോ എന്ന് അദ്ദേഹം അന്ന് തന്നെ ആരാഞ്ഞിരുന്നു എന്നുള്ളതാണ് BJP നേതാക്കളുമായെല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. അത്തരത്തിൽ അങ്ങനെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തുമ്പോൾ ഗുരുവായൂരപ്പനെ കാണാതെ പോകാൻ കഴിയില്ല എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം, ആ ആഗ്രഹം സാഫല്യമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ താമരപ്പൂക്കൾ കൊണ്ടുള്ള തുലാഭാരം, ആ തുലാഭാരം കൂടി പൂർത്തിയാക്കി ആഗ്രഹ സാഫല്യത്തോടു കൂടി പ്രധാനമന്ത്രി കിഴക്കേ നടയിലൂടെ ഗുരുവായൂരപ്പന്റെ മുന്നിലൂടെ പടിയിറങ്ങി. അതിനുശേഷം ഇപ്പോൾ ഇന്ന് ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ വിവാഹം നടന്ന വധുവരന്മാരുണ്ട്. അവർക്കുള്ള ആശംസകൾ അർപ്പിക്കുകയാണ്. അവർക്കുള്ള ആശംസകൾ അർപ്പിച്ചതിന് ശേഷം പ്രധാനമന്ത്രി ഇപ്പോൾ തന്നെ, അതായത് അല്പസമയത്തിനകം പ്രധാനമന്ത്രി വീണ്ടും ഇങ്ങോട്ടേക്ക്, അതായത് ശ്രീവത്സത്തിലേക്ക് പോകും. അവിടെ എത്തി അദ്ദേഹം ഈ വസ്ത്രം മാറിയതിനു ശേഷമായിരിക്കും ഇങ്ങോട്ടേക്ക് എത്തുക. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പ്രധാനമന്ത്രി പുറത്തിറങ്ങി വധൂവരന്മാരെ ആശീർവദിച്ചു. അത് ഇതിനു മുൻപ് ഇന്ന് രാവിലെ അവിടെ എത്തിയ ക്ഷേത്രത്തിൽ വിവാഹിതരായ വധൂവരന്മാരെ, അവരുടെ ബന്ധുക്കളെയൊക്കെ അദ്ദേഹം കണ്ടു, ആശീർവദിച്ചു. അതിനൊപ്പം തന്നെ അവരോട് കുശലാന്വേഷണം നടത്തുകയും ചെയ്തു പ്രധാനമന്ത്രി. ഒരു വശത്ത് പ്രേക്ഷകർ കാണുന്നത് പ്രധാനമന്ത്രി ക്ഷേത്രത്തിനകത്ത് ദർശനം നടത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ്. മറുവശത്ത് സുരേഷ് ഗോപി പത്നിയും മകൾ ഭാഗ്യ സുരേഷിനെ മണ്ഡപത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. അതിനുശേഷമാണ് സുരേഷ് ഗോപി പ്രധാനമന്ത്രിക്കൊപ്പം ചേർന്ന് മറ്റ് വധൂവരന്മാരെ ആശീർവദിക്കുമ്പോൾ അവർക്കൊപ്പം കുശലാന്വേഷണവുമായി സുരേഷ് ഗോപിയും കൂടെ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി ഇനി അല്പസമയത്തിനകം തന്നെ ഭാഗ്യ സുരേഷിൻ്റെയും ശ്രേയസ് മോഹൻ്റെയും വിവാഹ ചടങ്ങിലേക്ക് എത്തിച്ചേരും. അതിനു മുൻപ് ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്ക് അല്പദൂരം മാത്രമാണ് അങ്ങോട്ടേക്കുള്ളത്, ഏതാനും മീറ്ററുകൾ മാത്രം. അവിടെ നിന്ന് തിരിച്ച് ചടങ്ങിന് പങ്കെടുക്കാനായി പ്രധാനമന്ത്രി എത്തിച്ചേരും. വലിയ സുരക്ഷ, ഈ മണ്ഡപം കാണുന്ന ദൃശ്യമാകുന്ന രീതിയിൽ തന്നെ ക്രമീകരിച്ച പ്രത്യേക ഇടത്തിലാണ് സിനിമാ താരങ്ങൾ, ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ വിവാഹം ചടങ്ങുകൾ കാണാനായി എത്തിച്ചേർന്നിട്ടുള്ളത്. വലിയ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്, നിയന്ത്രണങ്ങളുമുണ്ട്. പൊതുജനങ്ങൾക്ക് മാത്രമല്ല, ക്യാമറ കണ്ണുകൾക്കൊക്കെ തന്നെ വലിയ നിയന്ത്രണങ്ങളുണ്ട്.